ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ഫിൽറ്ററാണ്. പോണ്ടിലും ഫിഷ് ടാങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫിൽറ്ററാണ്. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ 3 മീറ്ററിൻ്റെ പൈപ്പാണ്. പിന്നെ 2 ടീ വേണം 1/2 ഇഞ്ച്. പിന്നെ 2 ബെൻഡ് 1/2 ഇഞ്ചാണ്. പിന്നെ 2 എൽബോ വേണം 1/2 ഇഞ്ച്. പിന്നെ 3/4 നിന്ന് അരയിലോട്ടൊരു റെഡ്യൂസർ ആവശ്യമുണ്ട്. ഇത് ലോക്കൽ സാധനം വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യം ഒരു ടാങ്ക് കണക്ടറാണ് 3/4 ഇഞ്ചിൻ്റെ. പിന്നെ നമുക്ക് 3/4 ഇഞ്ച് കണക്ട് ചെയ്യാൻ ഒരു ഫീമെയിൽ വേണം, ത്രെഡ് ഉള്ളത് 3/4 ഇഞ്ച്. പിന്നെ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ഒരു 1/2 മീറ്റർ പൈപ്പ് വേണം. പിന്നെ നമുക്ക് 2 എൻഡ് ഗ്യാപ്പ് വേണം 6 ഇഞ്ചിൻ്റെ. ഇതിന് നല്ല വില വരും, 400 രൂപ അങ്ങനെ സംതിങ് വരും രണ്ടെണ്ണത്തിനും കൂടി. നമുക്കിപ്പം ഒരു സൈഡ് താഴെ മാത്രമേ ആവശ്യമുള്ളൂ, മണ്ടയ്ക്ക് എന്തെങ്കിലും വെച്ച് അടച്ചാൽ മതി. ഇതിന് ഞാൻ ഫിറ്റായിട്ടിരിക്കട്ടെ വെച്ച് 2 വാങ്ങിച്ചു. പിന്നെ 6 ഇഞ്ചിൻ്റെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു പൈപ്പ് വേണം. ഇതിപ്പോൾ 1/2 മീറ്റർ കൂടുതലുണ്ട്. അത് നമ്മൾ ഹോളിട്ട് ടാങ്ക് കണക്ടർ വെച്ചു. ഇതിപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൽ ടീ കൊടുത്ത് 2 ബെൻഡ് 2 സൈഡിലോട്ട് ആക്കി കൊടുത്തേക്കുവാണ്. ഇതിലാണ് വെള്ളം വന്ന് ഇറങ്ങുന്നത്. ഇത് നമുക്കാദ്യം പൈപ്പിൻ്റെ അകത്തോട്ട് വെക്കണം. കറക്റ്റ് സെൻട്രലായിട്ട് വെക്കണം. എന്നിട്ട് തിരിച്ച് കല്ലും മണ്ണൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളൊരു തുണിയോ സ്പോഞ്ചോ വെക്കണം. സ്പോഞ്ച് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കറക്റ്റ് സെൻട്രലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മണ്ടയ്ക്ക് എൻഡ് ക്യാപ്പ് വെക്കുമ്പം അത് സെൻറ്ററായില്ലെങ്കിൽ കറക്റ്റ് ലെവലിൽ ഇരിക്കത്തില്ല. ഇത് നമ്മൾ മിറ്റിൽ പൊടി നന്നായിട്ട് കഴുകിയതാണ്. മണൽ കിട്ടുവാണെങ്കിൽ അത്ര നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇഷ്ടികയും കട്ടയൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൈൽസും കല്ലൊക്കെ വെക്കുന്നുണ്ട്. ഒന്ന് വെള്ളം പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയും പിന്നെ ആണെങ്കിൽ ആ പൈപ്പ് കറക്റ്റ് സെൻട്രലായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മിനി പമ്പ് വെച്ച് വെള്ളം പമ്പ് ചെയ്ത് അടിയിൽ കൊണ്ടുവന്നിട്ട് കല്ല് കട്ട ഇതിനെ ഫിൽറ്റർ ചെയ്യുന്ന എല്ലാ സംഭവത്തിൽ കൂടെ കയറി വന്ന് ഈ ടാങ്ക് കണക്ടറിൽ കൂടെ വെളിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മിനി പമ്പിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. നമ്മളപ്പോൾ ആദ്യം കുറച്ച് ഒരു ലെയർ കരി ഇട്ടിട്ടുണ്ട്, കരിക്കട്ട. അത് കഴിഞ്ഞ് മിച്ചിൽ പൊടി കഴുകിയത് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കരിക്കട്ടയും കൂടെ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ലെയർ തുണിയും കൂടെ വെക്കുന്നുണ്ട്. ഇതിനേക്കാൾ നല്ലത് സ്പോഞ്ച് അക്വേറിയം കൂടെ കിട്ടും. അതിന് നല്ല വില വരും. അതുകൊണ്ട് നമ്മളത്. പിന്നെ ഈ തുണി വെള്ളം കയറുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മിറ്റിലോ വെയിറ്റുള്ള എന്തെങ്കിലും മണ്ടയ്ക്ക് വെക്കണം. വെള്ളം അടിയിൽ നിന്ന് മണ്ടക്കോട്ടാണ് പൊങ്ങി വരുന്നത്. ഇടയ്ക്ക് നമ്മൾ ടാങ്ക് കണക്ടർ ഊരിയായിരുന്നു, കൈ ഇടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടാങ്ക് കണക്ടർ തിരിച്ച് കണക്ട് ചെയ്യുന്നു. ഇതിനകത്തിൽ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് വളരെ കുറച്ച് ആവശ്യമുള്ളൂ. നന്നായിട്ട് ഫിറ്റായോ നോക്കണം. പിന്നെ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്ത് ഇതിൻ്റെ എൻഡ് ക്യാപ്പ് ഹോളിട്ടായിരുന്നു 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് കറക്റ്റ് കയറേണ്ട രീതിയിൽ. എന്നിട്ടത് ആ 6 പൈപ്പിൽ കറക്റ്റ് സെറ്റായിരിക്കുന്നതാണ്. നമ്മൾ ഏതാണ്ട് 90% പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ടാങ്കിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഇതിനകത്തിൽ വെള്ളം കയറുമ്പോൾ ഇത് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മളത് ഒരു സാഡിലോ അല്ലെങ്കിൽ ക്ലിപ്പോ ഉപയോഗിച്ച് ഭിത്തിയിൽ തറച്ച് വെക്കുന്നു. ഈ മറ്റേ കാണുന്ന മണ്ടക്കോട്ട് കാണുന്ന പൈപ്പാണ് നമ്മുടെ മോട്ടർ അടി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ത്രെഡ് ചെയ്യുന്ന ഫീമെയിലോട്ട് പോയി 3/4 ഇഞ്ചിൽ നിന്ന് അര കയറി അരയുടെ പൈപ്പ് അവിടെ നമ്മുടെ സൈസ് കുറഞ്ഞു. അരയുടെ ടീ മണ്ടക്കോട്ടൊരു ഓപ്പണിങ് കൊടുത്ത് അത് എൽബോയിൽ കൂടി തിരിച്ച് താഴെ വീഴുകയാണ്. ഈ ടീ കൊടുത്തേക്കുന്നതെന്ന് വെച്ചേക്കുന്നത് ഒരു വാക്വം പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ എയറും കൂടെ വലിച്ചായിരിക്കും വെള്ളം വീഴുന്നത്. നമ്മളിപ്പോൾ ഇത്
എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. മോട്ടർ ഞാൻ നേരത്തെ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ മറ്റേ പൈപ്പ് കാണുന്നത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം കയറുന്ന ശബ്ദം ഉണ്ട്. കയറി ഇറങ്ങാൻ ഇച്ചിരി താമസം എടുക്കും. നമ്മുടെ വെള്ളം വരുന്നുണ്ട്, നല്ല ക്ലിയറായിട്ടാണ് വരുന്നത്. ഈ സിസ്റ്റം ആകുമ്പോൾ നമ്മൾ എയറേഷൻ സെപ്പറേറ്റ് മീനുകൾക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ എയറേഷൻ കൊടുത്താലും നമ്മൾ ആഴ്ചയിൽ വെള്ളം മാറേണ്ടതായിട്ടും വരുന്നുണ്ട്. വെള്ളം പെട്ടെന്ന് അഴുക്കാം. ഈ സിസ്റ്റം ആകുമ്പോൾ മാസങ്ങൾ കിടന്നോളും വെള്ളം നന്നായിട്ട്. ഇത് ഓണാക്കി ഇട്ടിരുന്നാൽ മതി. കൂടാതെ നമ്മുടെ മീൻ നല്ല വായുവും കിട്ടുന്നതാണ്. പെട്ടെന്ന് വളരുകയും ചെയ്യും. ഏതാണ്ട് 1000 രൂപയില്ല 900 രൂപ സംതിങ് ചിലവ് വന്നിട്ടുള്ളൂ. നമുക്ക് ഏത് സൈസിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അതിൽ കൊടുത്തേക്ക് അകത്ത് ഇടുന്ന സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന മണൽ, കരി, കട്ട അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ വെള്ളം നല്ല സൂര്യപ്രകാശം അടിച്ച് ആകെ നിറഞ്ഞിരിക്കുകയാണ്. അതാ പച്ച നിൽക്കുന്നത്. കൂടുതലും മീനുകൾക്കിഷ്ടം പച്ച നിറത്തിലെ വെള്ളമാണ്. നമ്മൾ വയ്ക്കുക അഴുക്കായെന്ന് പറഞ്ഞ് മൊത്തം വെള്ളം മാറുകയും ചെയ്യരുത്. ഒരു 10% വെള്ളം അതിട്ടിട്ട് എപ്പോഴും മീനിൻ്റെ വെള്ളം മാറാവും. നമ്മൾ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലോട്ട് 3/4 അരയിലോട്ട് കയറുന്നുണ്ട് തന്നെ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. നമ്മൾ റെഡ്യൂസർ വെച്ച് കുറച്ചായിരുന്നു. ഇതാണ് നമ്മുടെ എയർ സക്ക് ചെയ്യുന്ന സാധനം. ഇതിലേക്കൂടാണ് നമ്മൾ എയർ വലിച്ചെടുക്കുന്നത്. ഈ 3/4 അരയിലോട്ട് കയറുമ്പോൾ ഒരു പ്രഷർ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ വായു കൂടെ വലിച്ചാണ് വെള്ളത്തിലോട്ട് പോകുന്നത്. നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ അറിയാം കൊമ്പള വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.